സ്വർണം സ്വർണം. അപ്പൊ സ്വർണം ഇതിനകത്താ വെച്ചിരിക്കുന്നതല്ലേ? ഇവിടെ എവിടെയും സ്വർണം ഇല്ലല്ലോ. സ്വർണമുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. സ്വർണം ഇവിടെ തന്നെയാണുള്ളത്. ചേട്ടാ, ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ ആ മെഷീൻ ഇട്ടത് മുതൽ നമ്മൾ ഒരുപാട് അടിമേടിച്ച് കുട്ടിക്കൊണ്ടിരിക്കുക. പോത്തിന്റെ വാല് പിടിച്ച് വലിച്ചതുപോലെ ഈ ഡങ്കയും ഡോൽക്കിയും എങ്ങോട്ടായി നെട്ടോട്ടോ ഓടുന്നു. നമ്മുടെ ഡോഗിക്ക് കള്ളന്മാരെ കണ്ടെത്താൻ പറ്റും തോന്നുന്നു. അതാണ് എന്റെ മെഷീൻ. ആ മെഷീൻ ഡെങ്കയുടെ കയ്യിലുണ്ട്. അല്ല, പെട്ടെന്ന് ഇവന്മാർ രണ്ടുപേരും എങ്ങോട്ടേക്കാ പോയത്? ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിച്ച് ഇവരെ കണ്ടെത്തും? പോലീസ് മാഡം നിൽക്കൂ. നമ്മള് തങ്കട്ടോളിയെ തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് നമ്മളെ തേടി ഇങ്ങെത്തും. അതെങ്ങനെയാടാ? മെഷീൻ ഉറങ്ങുന്ന ആളെ തേടി നടക്കുക. ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ ആരും ഉറങ്ങുന്നില്ലല്ലോ. നമ്മളിപ്പോ ഉറങ്ങുന്നത് പോലെ ആക്ടിങ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആ മെഷീൻ തങ്കട്ടോളിയെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നെത്തിക്കും. കൊള്ളാലോ അനന്തരവാ, എന്തൊരു ഐഡിയ ആണിത്. ഉറങ്ങിക്കൊണ്ടേ കള്ളന്മാരെ പിടിക്കുന്ന പരിപാടി. എന്നാ സമയം കളയാതെ നമുക്ക് കിടന്നുറങ്ങാം. ഞാൻ നിങ്ങളോട് ആക്ടിങ് ചെയ്യാനാ പറഞ്ഞേ, ശരിക്കും കിടന്ന് ഉറങ്ങാനല്ല. സ്വർണം സ്വർണം സ്വർണം. സ്വർണമുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. സ്വർണം ഇവിടെ തന്നെയാണുള്ളത്. സ്വർണമുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. സ്വർണം ഇവിടെ തന്നെയാണുള്ളത്. സ്വർണം ഇവിടെ ഉള്ളത്. അതെ, ഇത് മാഡത്തിന്റെ ഒരു സ്റ്റൈലാണ് ട്ടാ. അപ്പൊ ഇതൊക്കെ അനന്തരവന്റെ പരിപാടിയായിരുന്നല്ലേ? അളിയാ വിട്ടോടാ, ഇവിടെ സ്വർണ്ണമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. പഴയ ടൂത്ത് ബ്രഷും ഷർട്ടും ഷൂസും. ഈ സാധനങ്ങളെല്ലാം ഡൈനസോറിന്റെ കാലത്തിനേക്കാളും പഴയതാണല്ലോടാ. വല്ല ഈ സാധനങ്ങളെല്ലാം എത്ര കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. എന്റെ സൂട്ട് കേസ് അടിച്ചോണ്ട് പോയി. എന്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടമായി. എല്ലാം പോയി. ഹലോ പോലീസ് മാഡം, ഓരോ ട്രെയിനിൽ നിന്ന് എന്റെ സൂട്ട് കേസ് അടിച്ചു മാറ്റി കളഞ്ഞു. ചേട്ടാ, കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാലും ഈ ഷർട്ട് ആരും മേടിക്കത്തില്ല. പോലീസ് മാഡമോ? ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം, തെറ്റായ സ്ഥലത്ത് തെറ്റായ സമയത്ത് ഒരു പിച്ചക്കാരനെ പോലെ നിൽക്കും. എന്തെങ്കിലും തരണേ ആരെങ്കിലും. ഈ ശബ്ദം ഇതിനു മുമ്പ് എവിടെയോ കേട്ടതുപോലെയുണ്ടല്ലോ. ചായ കുടിച്ച് ഞങ്ങൾ ഉറങ്ങിപ്പോയി. കള്ളന്മാർ സാധനം കൊണ്ടങ്ങ് പോയി. അതേ സാറേ, ഞാനും ചായ കുടിച്ചു ഉറങ്ങിപ്പോയി. എന്റെ സാധനങ്ങളും മോഷണം പോയിരിക്കുക. അതുപോലെ എന്റെ സാധനങ്ങളും മോഷണം പോയിരിക്കുക. ഉറപ്പായും അവന്റെ മസാല ചായയിൽ എന്തോ ചേർത്തിട്ടുണ്ട്. എന്റെ മസാല ചായയിൽ ഞാൻ മസാല പോലും ചേർക്കാറില്ല. പിന്നെ എങ്ങനെ വേറെ സാധനങ്ങൾ ഞാൻ മിക്സ് ചെയ്യുന്നത്? എന്റെ ആ കൊച്ചു ചെക്കൻ ഡെലിവറി ബോയ് ഉണ്ടല്ലോ, അവൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യാറില്ല. അതെനിക്കറിയാം. കൊച്ചു ചെറുക്കനാണെന്നോ? എടാ, അവന്മാർക്ക് ഇത്ര പൊക്കമുണ്ടായിരുന്നു. അവന്മാരുടെ സംസാരവും എത്രമാത്രം വലുതായിരുന്നെന്ന് അറിയാമോ? അപ്പോഴും ഞാൻ ആലോചിച്ചത് ഇവരെന്തിനാ ഇത്ര ഫ്രീ ആയിട്ട് ചായയൊക്കെ തരുന്നത്. ഫ്രീ ആയിട്ട് ചായയോ? ഒരിക്കലും സംഭവിക്കില്ല. ഞങ്ങൾ മുഗൾ കാലം മുതൽ ചായ ഉണ്ടാക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ ആദ്യം കാശ് മേടിക്കും, എന്നിട്ട് ചായ കൊടുക്കാറുള്ളൂ. എന്റെ ഡെലിവറി ബോയ് ഒരിക്കലും ആർക്കും ഫ്രീ ആയിട്ട് ചായ കൊടുക്കില്ല. സത്യമായിട്ടും. മിമിക്രി അങ്കിള് പറയുന്നത് ആള് ചെറുതാണെന്നാ, ബെല്ലാങ്കിള് പറയുന്ന ആള് വലുതാ. തീർച്ചയായും ഇതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ മിമിക്രി അങ്കിളിന്റെ ആള് ബെല്ലാങ്കിളിന് ചായ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ കൊടുത്തത്? അതാദ്യം കണ്ടുപിടിക്കണമല്ലോ. ചായയുടെ അടയാളമോ? ഇതെങ്ങോട്ടാ പോകുന്നെന്ന് ആദ്യം കണ്ടെത്തണം. മിമിക്രി അങ്കിളുടെ ആളുകളെ കണ്ടെത്തിന്ന് തന്നെ കരുതിക്കോ. ഇത് കൊള്ളാലോ അനന്തരവാ, നിന്റെ ഐഡിയ കൊള്ളാം. ഞാൻ അപ്പളെ പറഞ്ഞില്ലേ,
എന്റെ ചെക്കൻ ഇങ്ങനത്തെ പണിയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം അവൻ മിടുക്കനാ. പക്ഷെ ആരാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് അവരെ പിടിച്ചേ പറ്റൂ. ഐഡിയ. ഇതാ പിടിച്ചോ. എല്ലാവരും കൂടെ എന്നെ പന്ത്രണ്ട് കൊല്ലുമെന്നാ തോന്നുന്നു. ഹൈ, ഈ ഗുല്ലു മങ്കി കാണിക്കുന്ന കുസൃതികൾ കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇവൻ ആളൊരു രസികൻ തന്നെ. ഓഹോ മാനുമക ജനങ്ങളെ, ബില്ലുവിന്റെ ഉന്നം ഒരു അല്പം തെറ്റിപ്പോയി. കാരണം അവന്റെ ശ്രദ്ധ വേറെ എവിടെയോ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവന് ഏതാണ്ട് കാര്യം പിടികിട്ടിയിരിക്കുകയാണ്. സഹോദരൻ സഹോദരി സ്നേഹമാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ മൊബൈൽ കളിയല്ല. കണ്ടോ, സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞിരിക്കുന്നു. വരൂ വരൂ, എല്ലാവരും ചേർന്ന് കൈയടിക്കൂ. ഇനി എല്ലാവരും ഇഷ്ടം പോലെ കാശെടുത്ത് കൊടുക്കൂ. അടിക്കൂ അടിക്കൂ, കൈയടിക്കൂ കൈയടിക്കൂ. അത്ര പെട്ടെന്ന് മാർക്ക് ഞാൻ 10 രൂപ കാശ് കൊടുക്കില്ല. ഇത് കണ്ടില്ലേ അനന്തരവാ, നല്ല രസമുണ്ട് കേട്ടോ. ഒന്നും പറയണ്ട, കലക്കിയിട്ടുണ്ട്. എന്റെ എല്ലാം മോഷണം പോയി, എല്ലാം കൈവിട്ടു പോയി. അമ്മവാ, നിങ്ങളോട് ഞാൻ കള്ളനെ വാച്ചാനല്ലേ പറഞ്ഞേ. എന്നാ പിന്നെ നിങ്ങൾ പറ, എന്താ പ്രശ്നം? അത് പിന്നെ എന്റെ പോലീസ് മാഡം, ഞങ്ങള് ഗുല്ലുവിന്റെ ഷോ കണ്ട് വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ ലോക്കറി ഒന്നും ബാക്കിയില്ല. ആ കള്ളന്മാര് ബാക്കി വെച്ചിട്ട് പോയത് വാഴപ്പഴത്തിന്റെ തോല് മാത്രമാ. പഴത്തിന്റെ തൊലിയോ? ശരി ശരി ശരി, നിങ്ങൾ എന്നാ ചെന്നോളൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഡോ ബഹദൂർ, നീ കാരണം എനിക്കിപ്പോ കിട്ടിയതേ പഴത്തിന്റെ തൊലിയാ. എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ആ ബാഗ് എടുത്ത് മാറ്റി വെക്ക്. എന്റെ മാഡം, ഈ ബാഗിന് നല്ല ഭാരം ഉണ്ടല്ലോ. പോലീസ് മാഡം, കള്ളൻ പിടിപെട്ട് കഴിഞ്ഞു. ബില്ലുഡില് കൊരങ്ങന്മാരില്ലേ, പിന്നെ അവരുടെ മുതലാളി ഗുല്ലു. എന്നാലും അനന്തരവാ, അതെങ്ങനെയാ? വാഴപ്പഴത്തിന്റെ തോല്. ഗുല്ലു തന്റെ കൊരങ്ങനെ ബനാന കാണിച്ച എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നേ. ടില്ലു ബാഗ് എടുത്തോണ്ട് പോകുമ്പോ തലയിൽ പൊക്കി പിടിച്ച് റിലാക്സ് ആയാ പോയത്. പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോ ബാഗ് വലിച്ചെഴിഞ്ഞാ കൊണ്ടുവന്നത്. കാരണം അത്രയ്ക്കത് ഹെവി ആയിരുന്നു. എന്തായാലും കൊരങ്ങന്മാരെ ജയിലിലിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മള് ഗുല്ലുവിനെ കയ്യോടെ പിടിച്ചേ പറ്റൂ. പോലീസ് മാഡം, ഗുല്ലുവിന്റെ അടുത്ത ഷോയിൽ നമ്മൾ വളരെ ഷാർപ്പായി നിന്നേ പറ്റൂ. അപ്പൊ ബനാന ഡയമണ്ട് എവിടെ? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, അവിടുന്ന് ഡയമണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് ഒളിപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്. ഒരു സംശയവും വരരുതെന്നും പറഞ്ഞതല്ലേ. ഇത്രയും ദിവസത്തിന്റെ അധ്വാനം എല്ലാം വേസ്റ്റ് ആയി പോയി. നിങ്ങൾ ആ ഡയമണ്ട് ഇവിടെയല്ലേ ഒളിച്ചു വെച്ചിരുന്നത്? അതെവിടെ പോയി? അത് ഇവിടെ ഉണ്ട്. പോത്തിന്റെ വാലെ പിടിച്ച് വലിച്ചതുപോലെ എന്തെന്നാടാ നോക്കി നിൽക്കുന്നേ? നിന്റെ കളി ഇപ്പൊ തീർത്തു തരാം. ഞാൻ ഇവനൊരു വലിയ ജ്യോതിഷിയാണെന്നാ വിചാരിച്ചേ. പക്ഷെ ഇയാൾ എന്റെ ഭാവി നശിപ്പിക്കാനല്ലേ തീരുമാനിച്ചേക്കുന്നേ. നിയമത്തിന്റെ കയ്യിൽ നിന്നും പോലീസിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷയുണ്ടാവില്ല. അതെ പോലീസ് മാഡം, കള്ളൻ ദേ രക്ഷപ്പെട്ടു. വേഗം ഓട്, ഇനി സ്പീഡിലോട്. അവര് പുറകെ വരുന്നുണ്ട്. എനിക്ക് ജയിലിൽ പോവാൻ പറ്റത്തില്ല. എന്റെ ഐസിന്റെ പൈസ പോടാ. ഇന്ന് പൈസ പിടിച്ചോളൂ, എന്നിട്ട് എനിക്കും തരൂ ഒരു ഐസ് ബാർ. എനിക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ. ഇവന്മാര് വിടാതെ എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് അവന്മാരുടെ ഐസൊക്കെ ഞാൻ പീസാക്കും. എല്ലാം കൊത്തി പൊട്ടിച്ചിട്ട് വാ. ഓലക്കടമൂടെ എന്താടായി ചെയ്തു വെച്ചിരിക്കുന്നത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പോലീസ് മാഡം, ആദ്യം അവനെ ഒന്ന് പിടിക്കാൻ നോക്ക്, എന്നിട്ട് വിട്ടയക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. ഐഡിയ.
എഴുന്നേക്ക, വേഗം ഓടാ. ഹൈ, കൊള്ളാലോ അനന്തരവാ, നിന്റെ മെറ്റൽ ഹാറ്റ് ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ചെയ്യും ടിറ്റ് ഫോർ ടാറ്റ്. ഇതാണ് എന്റെ സൂപ്പർ ഹാറ്റ്.